ഇത് അക്വാപോണിക് സിസ്റ്റമാണ്. അതായത് ഒരു ടാങ്കിനകത്തോട് ഏകദേശം ഒരു 5 അടി ഡയമീറ്ററാണ്. അതിനകത്ത് ഫിഷിനെ വളർത്തുക. പെല്ലറ്റ്സ് കൊടുക്കണം. പെല്ലറ്റ്സ് കൊടുത്തിട്ട് ഈ ചെറിയ തിലാപ്പിയ, ഗിഫ്റ്റ് തിലാപ്പിയാണ് വളർത്തുന്നത്. ആ അക്വാപോണിക്സ് പറഞ്ഞാൽ ഈ ടാങ്കിന് ഫിഷിനെ വളർത്തുക, എന്നിട്ട് ഫിഷിൻ്റെ എക്സ്ക്രീഷൻ നമുക്ക് പ്ലാന്റ്സിന് കൊടുക്കുക, അത് അതിന് വളമായിട്ട് എടുക്കുക. ഇവിടെ ഒരു മോട്ടർ കണ്ടോ, 45 വാട്ട്സിൻ്റെ മോട്ടറാണ്. മോട്ടർ കണ്ടിന്യൂസ്ലി ഓണാണ്. ഇൻവെർട്ടർ പവർ സപ്ലൈ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഫിൽറ്റർ പോലെ ഒരിതുണ്ട്, ഡബ്ബ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ജാറ്. അതിനുശേഷം ആ വെള്ളം, ആ 1 ഇഞ്ച് പൈപ്പിൽ കൂടെ ഈ മോട്ടറിൻ്റെ ഈ ടാങ്കിലെ വെള്ളം ഇതിനകത്ത് വന്ന് ഇത് ഗ്രോ ബെഡ് എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറിലുള്ള ആ ഗ്രോ ബെഡിലെ മേളിൽ നിന്ന് നിറയും. ആ ഗ്രോ ബെഡിൽ നിറഞ്ഞ് ഒരു ലെവൽ, പല ഗ്രോ ബെഡ്സ് ഉണ്ട്, നിറഞ്ഞ് ഒരു ലെവൽ എത്തുമ്പോഴത്തേക്ക് ഇതൊരു സൈഫൺ ആക്ഷൻ വഴി ആ വാട്ടർ സക്ക് ചെയ്ത്, ഇതൊരു സൈഫണാണ്. ഈ സൈഫൺ ആക്ഷൻ ഒരു ലെവൽ എത്തുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. വാട്ടർ സക്ക് ചെയ്ത് നേരെ തിരിച്ച് ടാങ്കിൽ ചെല്ലും, റൗണ്ട് ടാങ്ക്. പിന്നെയും അത് മോട്ടർ വർക്ക് ചെയ്തുകൊണ്ട് വീണ്ടും വെള്ളം എടുക്കും, ഇതിൽ കറങ്ങി വരും. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഫിഷിൻ്റെ എക്സ്ക്രീഷൻ അമോണിയം നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് നൈട്രേറ്റ് ആവും ഈ പ്രോസസ്സ്. ഈ നൈട്രേറ്റ് പ്ലാന്റ്സിൻ്റെ ഒരു ഹാംലെസ് ഒരു മാനുവറാണ്. അതുകൊണ്ട് ഒരു വളവും ഒന്നും ചെയ്യേണ്ട. ഇതിനകത്ത് ഈ ഗ്രാവൽ, ഇതിനകത്ത് ബേബി മെറ്റലുള്ളതിനകത്ത് നേരത്തെ കുഴിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഇറങ്ങി കയറി ഇങ്ങ് വരിക. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൊടുക്കുക. ഫിഷിന് ഫീഡ് ഡെയിലി കൊടുക്കണം. കൊടുത്തു കഴിയുമ്പം ഫിഷിനും പ്രത്യേകിച്ച് വെള്ളം ക്ലിയർ ആവും. ആ വെള്ളത്തിൽ അതിനകത്ത് അഴുക്കുകളൊന്നും കാണത്തില്ല. കാര്യം ഇത് പമ്പ് ചെയ്ത് പോകുന്ന വെള്ളം അതെല്ലാം കൂടെ ഇതിനകത്ത് കയറി ആ പ്രോസസ്സാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അമോണിയം നൈട്രേറ്റ്, അത് നൈട്രേറ്റ്. അത് പ്ലാന്റ്സിന് ഏറ്റവും നല്ല വളമാണ്. ഇത് സെറ്റപ്പ് ചെയ്യാൻ വലിയ കോസ്റ്റൊന്നുമില്ല. നമുക്ക് നല്ല വെജിറ്റബിൾസ് വീടിന് മുറ്റത്ത് തന്നെ എടുക്കും. അതിനോടൊപ്പം തന്നെ ഫിഷ് വളർത്തുകയും ചെയ്യാം. ഏകദേശം ഒരു 6 മാസം കൊണ്ട് ഈ ചെറിയ ഫിഷ് കുഞ്ഞ്, നമ്മുടെ വിരലിൻ്റെ നീളമുള്ള ഫിഷ് കുഞ്ഞ് ഒരു 300 ഗ്രാംസിലും ആവും. അങ്ങനെ ആകുമ്പോൾ നമുക്കതിനെ പിടിച്ചെടുക്കാം. പിന്നെ അത് പുതിയ ഫിഷിനെ അതിനകത്ത് നിറയ്ക്കാം. ഇത് 2 ടാങ്കുണ്ട്. ഇത് വേറൊരു ടാങ്കാണ്. ഒരു പിങ്ക് കളറിലുള്ള തിലാപ്പിയ, മറ്റേ ബ്ലാക്കിലുള്ള തിലാപ്പിയാണ്. ആദ്യം കാണിച്ച ടാങ്കിനകത്ത് ഒരു 1000 ലിറ്റേഴ്സ് വെള്ളം കൊള്ളുന്നതിനകത്ത് ഒരു 100 മീൻ കുഞ്ഞുങ്ങളേലും വളർത്താം. സാധാരണ സേഫ്റ്റി സൈഡ് ഇത് വേണമെങ്കിൽ ഒരു 50-60 നടത്തിയാൽ മതി. ഇങ്ങനെ കണ്ടിന്യൂസ് മോട്ടറാണ്. മോട്ടർ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അമോണിയയുടെ ഫിഷിന് എക്സ്ക്രീഷൻ കൊണ്ട് അത് ഫിഷിന് വീണ്ടും അത് ഹാംഫുള്ളായിട്ട് വരും. അതിന് നമുക്ക് പിന്നെ അതിന് ഒരു ഗ്രോത്തിന് ഫിഷിന് ചിലപ്പം ചത്തുപോയെന്നിരിക്കും. അങ്ങനെയൊന്നും നോക്കണ്ട. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. വീട്ടിൽ വലിയ കോസ്റ്റൊന്നും ആകത്തില്ല. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ടൊരു പ്ലംബിംഗ് തന്നെ ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ വലിയ ഇത് കണ്ട് ഡ്രമ്മുണ്ട്, ഗ്രീൻ ഡ്രം കണ്ട് അത് വാങ്ങിക്കാൻ കിട്ടും. വലിയ ഇതുപോലെ പിങ്കിൻ്റെ ഇതുണ്ട്. അത് വാങ്ങിച്ച് കട്ട് ചെയ്തോ അല്ലാതെ വല്ല വെച്ചിട്ട് അതിനകത്ത്, എന്നിട്ട് അതിൻ്റെ ഇൻകമിങ് വെള്ളം ഇതിനകത്ത് നേരെ വരും. ഔട്ട് സൈഡ് അതിന് താഴെ കൂടെ പിന്നെ ഹോളിട്ട് ഇത് സക്ക് ചെയ്ത് വെള്ളം ഇങ്ങനെ തിരിച്ചങ്ങ് പോകും. ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ്. അത് കഴിഞ്ഞ് ആ ലെവൽ ഡിസൈഡ് ചെയ്തിരുന്നത് മുമ്പേ പറഞ്ഞ ആ സൈഫണാണ്. അത് സൈഫൺ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലെവലിനപ്പുറം നമുക്ക് വെള്ളം പോകില്ല, ഓവർഫ്ലോ ഉണ്ടാകത്തില്ല. ഇതേ കൊണ്ട് തിരിച്ച് വരികയാണ്, വെള്ളം ഇതിനകത്ത് വരിക. വീണ്ടും അത് കഴിഞ്ഞ് മോട്ടർ ഓണായി കഴിയുമ്പോൾ പിന്നെ വെള്ളം അങ്ങോട്ട് പോകും. ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണിത്. 24 hours ഉണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് മുറ്റത്ത് തന്നെ വളമൊന്നും ഇല്ലാതെ നമുക്ക് നീലായിട്ട് നല്ല മീനും കിട്ടും, അതുപോലെ നല്ല വെജിറ്റബിൾസും കിട്ടും.